ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകർ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാം പറയാനുള്ളൊരു സമയമില്ല. കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ഡോക്ടർ നമ്മളോട് ഉത്തരം പറയാനായിട്ട് നമ്മളെ കൂടെയുണ്ട്. സർ, അപ്പം ഒരുപാട് പേരുടെ സംശയങ്ങളാണ്. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ ഹൗ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഇമ്പാക്റ്റ് യുവർ റിലേഷൻഷിപ്പ് ടുഡേ എന്നാണ്. ഇത് വളരെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള ഓരോ സിറ്റുവേഷനിൽ ഇപ്പം ഒരു ആൾ ചോദിച്ചതാണ്, അച്ഛൻ ഇങ്ങനെ കള്ളു കുടിച്ച് വന്ന് അമ്മേനെ തല്ലുന്നതും ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആൾക്ക് കഴിയുന്നില്ല. പക്ഷേ പുറത്ത് ആൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എല്ലാവരും എല്ലാവരോടും സംസാരിക്കുന്നു, സഭാകമ്പം ഇല്ല, വളരെ ആക്റ്റീവാണ്. അപ്പം അത് തീർച്ചയായിട്ടും രശ്മി, നമുക്കറിയാം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. പിന്നെ നമ്മളെല്ലാം ഇവിടുന്ന് ഒബ്സേർവ് ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ അറിവുണ്ടാക്കുകയാണ്. അപ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി നമ്മളെ ഗ്രോത്തിനനുസരിച്ച് നമ്മളെ കളിപ്പിച്ചും സന്തോഷിപ്പിച്ചും നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും ഒക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ സ്കൂളിംഗ് എത്തും, സ്കൂൾ പ്രായത്തിലെത്തും. അങ്ങനെ ഓരോ ആളുകളായിട്ട് കുട്ടികളായിട്ടൊക്കെ ഇടപഴകലൊക്കെ അപ്പോഴാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലും മറ്റ് ബന്ധങ്ങളിലും മാത്രമായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരിൽ കാണുമ്പോൾ ആ പ്രകടമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ തെറ്റെന്ന് പറയുന്നത് നമ്മൾ രക്ഷിതാക്കളോ, നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മൾ രക്ഷിതാക്കളോ വേണ്ടപ്പെട്ട മുതിർന്നവരോ നമ്മൾ നിയന്ത്രിച്ച് അങ്ങനെയാണ് നമ്മളത് കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അടിക്കും. കുട്ടികളാകുമ്പോൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്. കാരണം അവർക്ക് ചിലപ്പോൾ അതിൻ്റെ മീനിങ് പോലും അറിയില്ല. ഒരു ചീത്ത വീട് വിളിക്കുമ്പോൾ മീനിങ് പോലും അറിയില്ല, ചുമ്മാ അങ്ങ് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് അങ്ങനെ പറയരുത്, അങ്ങനെ സംസാരിക്കരുത്, അങ്ങനെ വീട്ടുകാരും മറ്റു വീട്ടിലൊന്നും പോകുമ്പോൾ ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും അധികം ഒബ്സർവിങ് ഉള്ള ഒരു ടൈമാണ് നമ്മളെ ചൈൽഡ്ഹുഡ്. കാരണം ആ സമയത്ത് നമ്മളെ ഡാറ്റ മെമ്മറി കാർഡൊക്കെ എംപ്റ്റിയാണ്. നമ്മൾ പിന്നെ അതിലേക്ക് ഇങ്ങനെ സ്റ്റോറേജ് കൊടുക്കുകയാണ് ഓരോന്നോരോന്ന്. അതിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളോട് പറയുന്നു, കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നമ്മളെ മുതിർന്നവരൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തെടുക്കുന്നു. ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും. കാരണം നമ്മളെ മനസ്സത് സമ്മതിച്ചിട്ടുണ്ടാവില്ല അത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും അതങ്ങനെ കൊണ്ടു നടക്കും. പിന്നെയും ചിലപ്പോൾ എന്തെങ്കിലും ഒക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വിറ്റ്നസ് ആവുകയോ ചെയ്യുമ്പോൾ മറ്റൊരാളുടെ പരാജയം നേരത്തെ പറഞ്ഞ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ, അല്ലെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത് സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു മുതിർന്ന ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു പക്ഷേ ഡിലീറ്റ് ചെയ്യും. കാരണം നിങ്ങളെ മനസ്സിൽ ചിലപ്പോൾ അത് ശരിയെന്നോണം പണ്ട് നിങ്ങൾ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് കൊണ്ടെടുക്കുകയായിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾ തന്നെ ഐ വിറ്റ്നസ് ആയപ്പോൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള പല സമയത്ത് നമ്മൾ ആ പ്ലേസ് ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് തന്നെ തോന്നണമെന്ന് മാത്രം. അപ്പോൾ ആ ഒബ്സർവിങ് പീരീഡ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് നമ്മൾ ചൈൽഡ്ഹുഡ് എന്നർത്ഥം. ആ സമയത്ത് നമ്മൾ വീട്ടിലെ അന്തരീക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബിഹേവിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു അത്യന്തമായിട്ടുള്ള ഘടകങ്ങൾ. ഒന്ന് നമ്മളെ വീട്ടിലെ അന്തരീക്ഷം, രണ്ടാമത്തത് നമ്മളെ സ്കൂള്, ചെറിയ പ്രീ പ്രൈമറി സ്കൂളിൽ ഇതിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്നത്. പിന്നെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടെങ്കിലും ഓൾറെഡി നമ്മൾ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അവിടെ ഇട്ട് കഴിഞ്ഞു. പിന്നെ അതിനെങ്ങനെ ഗ്രോത്ത് വരികയും അത് ഡെവലപ്മെൻറ്റ് വരികയും നമ്മളെ മെൻ്റൽ ഗ്രോത്തിനനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരികയും വ്യതിയാനങ്ങൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ആ സ്കൂളിലേക്ക് ഒരു 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടം നമ്മൾ വീട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഒരു വൈകുന്നേരം 3 മണി വരെയോ 4 മണി വരെയൊക്കെ സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണ്. അപ്പോൾ ആ വീട്ടിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ വളരെയധികം രക്ഷിതാക്കൾ, മുതിർന്നവർ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് കുട്ടികൾ അവിടെ ഉള്ളപ്പോൾ അവർ ചിലപ്പോൾ നമ്മോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനൊരു ഫാദർ അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഒരു മദർ എന്നുള്ള രീതിയിൽ അവരോട് ചിലത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ കൊച്ച് ചിലപ്പോൾ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പനോട് എങ്ങനെ പറയാം എന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പോൾ ആ ബിഹേവിയറിൽ ഞാനും എൻ്റെ വൈഫുമായിട്ടുള്ള ബിഹേവിയർ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ അറഗൻ്റ് ആവുകയും ചീത്ത വിളിക്കുകയും ആ സംസ്കാരം ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ അറിയാതെ അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുകയും അത് അവരുടെ അഡൽട്ട്ഹുഡിലൊക്കെ അത് പ്രകടമാവുകയും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മളെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ലിക്കറിൻ്റെ കാര്യങ്ങൾ പറയാം. ഈ ലിക്കർ ഇതിൻ്റെ ഹാബിറ്റായിട്ടുള്ള ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രം എന്ന് നമ്മൾ പറയും. അങ്ങനെ മദ്യലഹരിക്ക് ഇപ്പോൾ പോലെ തന്നെ മറ്റ് പല
പുതിയ കെമിക്കൽസും നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ഡെയിലി പത്രങ്ങളിൽ നോക്കിയാൽ ഒരു മിനിമം ഒരു 5-6 സ്ഥലത്തെങ്കിലും പിടിച്ചു എന്നുള്ളത് പത്ര ഹെഡിങ്ങിൽ തന്നെ കാണാം. അപ്പോൾ ഇതൊന്നും പിടിക്കാത്ത ഇഷ്ടംപോലെ കേസുകൾ വേറെ നടക്കുന്നു, എല്ലാം പത്രത്തിൽ റിപ്പോർട്ട് വന്നതുകൊണ്ടൊന്നുമില്ല. പക്ഷേ ആ ഹാബിറ്റ് കൂടുകയും അത്തരം ആളുകളിൽ ആ ഉപയോഗം കൂടുതലുണ്ട് എന്നുള്ളതിന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ അത്രയും സാധനങ്ങൾ ഇവിടെ വരികയും പിടിക്കപ്പെടുകയും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടിൽ വന്ന് അവരുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ അവർ എങ്ങനെയൊക്കെയാണ് പറയാന്നുള്ളത് ഈവൻ അവർ പോലും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അപമര്യാദയായി സംസാരിക്കുമ്പോൾ വേണ്ടാത്ത ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ കൊച്ചുങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ അച്ഛൻ്റെ അവസ്ഥയിൽ എന്നോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്നോട് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചെറിയ എന്തെങ്കിലും ചിലൊരു മിസ്റ്റേക്ക്, അത് നമുക്ക് അത്ര വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഴയ ഇഷ്യൂസൊക്കെ പുറത്തോട്ടിട്ട് ഞാൻ വളരെ മോശമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ കരയുന്നു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും നിങ്ങളെ ഇതിൽ തിരിച്ച് റിയാക്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊച്ചുങ്ങൾ. അപ്പോൾ ആ കൊച്ചുങ്ങളും അങ്ങനെ കേട്ട് വളരുന്ന കുട്ടികളിൽ പേഴ്സണാലിറ്റി വൈകല്യം എന്തായാലും ഉണ്ടാകും എന്നാണ്, വ്യക്തി വൈകല്യം എന്തായാലും അവരെ അഡോളസൻസ് ഏജിലൊക്കെ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പല ആളുകളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കുട്ടികളെയും പല ബാങ്ക് കൊള്ള ചെയ്തു, മറ്റുള്ള കവർച്ചകൾ ചെയ്ത് പിടിക്കപ്പെട്ട മോഷ്ടാക്കളായിട്ട് കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമങ്ങൾ ചെയ്തിട്ട് കൊലപാതകമൊക്കെ നടത്തിയ ആളുകളെ കാണുമ്പോൾ ഞാനൊക്കെ റിയലി അതിശയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരാളെ കൊലപാതകം ചെയ്യുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു കൺസെപ്റ്റ് ഒരു ഗുണ്ട, ആ ഗുണ്ട എന്നൊക്കെ പറയുമ്പോൾ അയാളെ രൂപം നമ്മൾ മനസ്സിലെടുക്കുന്നത് ഒരു ഭീകര രൂപമാണ്. ആക്ച്വലി തടിച്ച ആൾ, ഭയങ്കര മസിൽ മാൻ, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കും, നിങ്ങൾ പത്രത്തിലൊക്കെ കാണുമ്പോൾ ചെറിയ മെലിഞ്ഞ പയ്യന്മാരൊക്കെ ആയിരിക്കും. എങ്ങനെ അവരൊക്കെ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് ഇതിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റി സോഷ്യൽ ഈ ഇതിലേക്ക് ആക്ടിലേക്ക് വരാൻ തന്നെ ഒരു കാരണം അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാക്കുന്ന കുറേ ഹാബിറ്റ്സുകളും അവർക്കുണ്ടായിട്ടുള്ള ട്രോമകളും അതിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവർ ഹിസ്റ്ററി ഫുൾ എടുത്ത് നോക്കിയാൽ അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒന്നും കെയർ കിട്ടാതെ അങ്ങനെ അലോസരമായിട്ട് ഇങ്ങനെ നടന്ന് സ്ട്രീറ്റിലും മറ്റും നടന്ന് എന്തു വന്നാലും പ്രശ്നമില്ല, മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന, എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ആളുകൾ കച്ചകെട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ ആരോഗ്യമോ ഷേപ്പോ ഒന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവർ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവരങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യ തടിയോ അല്ലെങ്കിൽ അവർക്കത് കഴിയുമോ എന്നുള്ളതൊന്നല്ല, അവർക്ക് കഴിയും വിധത്തിൽ എന്തെങ്കിലും അത് വൃത്തികേടാക്കിയിട്ട് അത് വഷളാക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് കച്ചകെട്ടി ഇറങ്ങുകയാണ്. ഓരോ ഷേപ്പും ഓരോ കോലങ്ങളും, ഒരാളുടെ രൂപം, ഒരു കൊച്ചിൻ്റെ, ഒരു അഡോളസൻ്റ് ആയിട്ടുള്ളൊരു പയ്യൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് ആ പേഴ്സണാലിറ്റീനെ പറ്റി അളക്കാൻ പറ്റും. എന്തൊക്കെ നമ്മൾ മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മോഡേണിനും ഉണ്ടൊരു ഭംഗി. നിങ്ങൾ എന്ത് മോഡേൺ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ഡ്രസ്സിങ്സ് ഇട്ടോട്ടെ, എന്ത് ഇതായിക്കോട്ടെ, അതിനും ഒരു നീറ്റ്നെസ്സും സംഭവമൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതല്ല കാര്യങ്ങൾ. മറ്റുള്ള ഡ്രസ്സിങ്സിൻ്റെ നീറ്റിംഗ് ഉണ്ടോ, അത് വൃത്തിയുണ്ടോ, അത് ഉള്ള മാതിരി ഇട്ടിട്ടുണ്ടോ, ഉള്ളതിന് അനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, അതിനനുസരിച്ചുള്ളൊരു വൃത്തിയിൽ. ഇപ്പോൾ ഉള്ള ഷൂ, നമ്മൾ പഴയ ഷൂ ആണെങ്കിൽ അത് പോളിഷ് ചെയ്ത്, നമ്മൾ ഉള്ള ഡ്രസ്സാണെങ്കിൽ അത് അലക്കി ഇസ്തിരി ഇട്ട് അതിലിട്ടിട്ട് വരുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഒരാളെ പേഴ്സണാലിറ്റിനെ പറ്റി അളക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളെ ജീവിതശൈലി, നിങ്ങളെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങളെന്ന പേഴ്സണാലിറ്റിനെ നമുക്ക് അളക്കാൻ പറ്റും. നിങ്ങൾ റൂമിൽ വരികയാണ്, നിങ്ങളൊരു ഓഫീസ് റൂമിൽ വരികയാണ്, ആ ഓഫീസ് റൂം കണ്ടാൽ എനിക്ക് കുറേ കമൻറ്റുകളെ പറ്റി പറയാൻ പറ്റും. നിങ്ങൾ ഡിസിപ്ലിൻ അവിടെ കാണും. കാരണം നിങ്ങളെ ഇന്നർ മൈൻഡിലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ വീട്ടിൽ വന്നാൽ നിങ്ങളെ കൾച്ചറിനെ പറ്റി എനിക്ക് അസസ് ചെയ്യാൻ പറ്റും, കുറേ അസസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പണ്ടൊക്കെ ഞാനിപ്പോഴും ആലോചിക്കലുണ്ട്, ഈ കുറേ ഹിന്ദു ഫാമിലീസിലൊക്കെ, എസ്പെഷ്യലി ഈ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അടുത്ത അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ, ഈ നായർ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ അവർ വീട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഭയങ്കര ഒരു രാവിലെ തന്നെ ആ വീടിൻ്റെ മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി, നാട്ടിൻ പ്രദേശമായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ ഫ്ലാറ്റും ഇതല്ല പറയും, വൃത്തിയാക്കി അവിടെ പിന്നെ അതിൻ്റെ ആ ഒരു ഇതവിടെ പ്രതിഫലിക്കും നമുക്ക് ആ വീട്ടിൽ ചെന്നാൽ തന്നെ. പിന്നെ നാടൻ കാവിയിട്ടൊരു വീടാണെങ്കിലും, കാവി എന്ന് തന്നെ അതിന് പറയാം, ഫ്ലോറിന് അതിട്ട വീടാണെങ്കിലും അത് ഉള്ളതിങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ടാവും. അത് ഭയങ്കര ഹൈഫൈ ആയിട്ടൊന്നുള്ള സംഭവം അല്ലെങ്കിൽ പോലും അത് വൃത്തിയാക്കി വെക്കുന്നുണ്ടാവും. അത് ആരുണ്ടാക്കിയെടുക്കുന്ന ആ വീട്ടിലെ ഗൃഹനാഥയും ഗൃഹനാഥൻ്റെ സൂപ്പർവിഷനിലാണെങ്കിലും അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അവരച്ഛനും അമ്മയും അങ്ങനെ
നന്നാക്കിയെടുത്തത് കൊണ്ട് അത് അങ്ങനെ അങ്ങനെ പോകണമായിരിക്കും. അപ്പോൾ ഓരോ സംസ്കാരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഹാബിറ്റ്സ് വളരെയധികം ബാധിക്കും. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഈ കാര്യത്തിനെ പറ്റി പറയാം. എൻ്റെ അടുത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു കൊച്ച്. ആ കൊച്ച് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പോൾ. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നപ്പോൾ, അപ്പോൾ ആ കൊച്ചിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ കൊച്ചിന് മൂത്രത്തിൽ ബ്ലഡ് വരുന്നു, ഹെമിച്യൂറിയ. മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുന്നു, ഇതാണ് കംപ്ലൈൻറ്റ്. പല ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ കണ്ടു, ബ്ലഡൊക്കെ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല, ഒന്നും കാര്യങ്ങളൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഹാപ്പനിങ് അഗൈൻ റിപ്പീറ്റഡ്ലി. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തിയത്. അപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയപ്പോഴും നമുക്കും തന്നെ നമ്മളെ ക്വസ്റ്റ്യൻസിലും മറ്റുള്ള കാര്യത്തിലും ഒന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടീൻ്റെ അടുത്തൊരു ആക്ച്വൽ പിക്ചർ കിട്ടുന്നില്ല, ഹിസ്റ്ററി അനുസരിച്ചിട്ടും പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അനുസരിച്ചിട്ടൊന്നും. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമുക്കൊരു ഡയഗ്നോസിസ് കൺഫർമേഷൻ ആവാത്തത് കൊണ്ട് അവരെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് കിടക്കണം, അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസണും പാരൻസിന് പറഞ്ഞു കൊടുത്തു. കാരണം പ്രത്യേകിച്ച് വലിയ മാരക രോഗം ഉണ്ടായതുകൊണ്ടല്ല അഡ്മിറ്റ് ചെയ്യുന്നത്, ബട്ട് കുട്ടീൻ്റെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഞങ്ങളെ ചില സംശയങ്ങൾ ഞങ്ങളെ മൈൻഡിൽ ഉദിക്കുന്നുണ്ട്, അത് നമുക്ക് ക്ലാരിറ്റി കിട്ടാതെ ചില മെഡിസിൻസോ മറ്റോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അടിസ്ഥാനത്തിൽ പാരൻസും വില്ലിങ്ങായി അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അതുവരെ കുട്ടീൻ്റെ അടുത്ത് എനിക്ക് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 3-4 ദിവസത്തിന് ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ സ്ട്രിക്ട്ലി വിസിറ്റേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. വിസിറ്റേഴ്സ് വരാൻ പാടില്ല എന്നും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം നമുക്ക് അത് പിടിക്കപ്പെട്ടു. അപ്പോൾ അതിന് ആ കുട്ടി മൂത്രം കഴിക്കുമ്പോൾ തന്നെ കുങ്കുമ പൗഡർ കലക്കിയിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ അത് വെളിപ്പെട്ടു. അപ്പോൾ എന്നാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തത്, അതാണ് നമുക്ക് അതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ആ കൊച്ചിനെ ഡീറ്റെയിൽ ആയിട്ട്, അതുവരെ കുട്ടി ഡിസ്ക്ലോസ് ചെയ്യാത്ത കൊച്ച് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ആ കൊച്ച് പറഞ്ഞത് ഇതേമാതിരി ഒരു സിമിലർ എപ്പിസോഡ്, ഇതേമാതിരി ഒരു പ്രശ്നം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ആ കൊച്ചിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 8ലാണ്, 4. ആ സമയത്തും എൻ്റെ വീട്ടിൽ സ്ഥിരം അച്ഛൻ മദ്യപിച്ച് വരികയും അച്ഛനും അമ്മയുമായിട്ട് ബഹളം ഉണ്ടാക്കുകയും അടിപിടി വരെ എത്തുകയും ചെയ്യുമ്പോൾ അതിനൊരു ഐ വിറ്റ്നസ്സാണ് ഈ കൊച്ച്. കൊച്ചിന് സഹിക്കാൻ പറ്റുന്നില്ല, സ്വന്തം അമ്മയെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷേ കുട്ടി ഹെൽപ്ലെസ്സാണ്. അതിൻ്റെ ഹെൽപ്ലെസ്നെസ് അവിടെ കാണിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛനെ പോയി അടിക്കാൻ പറ്റില്ല. ചില കുട്ടികൾ പ്രതികരിച്ചു എന്ന് വരും, ചില കുട്ടികളൊന്നും പ്രതികരിക്കാതെ കരഞ്ഞ് മിണ്ടാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒബ്സർവ് ചെയ്ത് വളരെയധികം പ്രയാസങ്ങൾ ആ കൊച്ചിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മനസ്സിൽ. അങ്ങനെ ആ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ കൊച്ചിന് ഇതേമാതിരി അടി ഇതൊക്കെ കണ്ടപ്പോൾ അതിന് ആ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ ആ സമയത്ത് എന്തോ ഒരു ഫുഡ് പോയ്സൺ ആ കൊച്ചിന് യാദൃശ്ചികമായിട്ട് ആ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫുഡ് പോയ്സൺ വന്നിട്ട് ഒരു ഡയറിയ ഇതൊക്കെ വന്നപ്പോൾ അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു ആ കൊച്ചിനെ. ആ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ ഈ അച്ഛനും അമ്മയും അവിടെ ഹോസ്പിറ്റലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ആ ഒരുമിച്ചുള്ള സമയത്ത് അച്ഛൻ മദ്യപിക്കാറില്ല, കുറച്ച് ഹോസ്പിറ്റലിൽ മദ്യപിക്കാറില്ല. ആ മദ്യപിക്കാത്ത സമയത്ത് ഇവർ ഭയങ്കര സ്നേഹബന്ധങ്ങളും ഭയങ്കരതാണ്. അത് കണ്ടപ്പോൾ ആ കുട്ടി വളരെയധികം സന്തോഷിച്ചിരുന്ന ലൈഫിൽ. പിന്നീട് ആ കൊച്ചിന് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കണ്ടിന്യൂ ഉണ്ടെങ്കിൽ അത്ര തീവ്രമായ ലെവലിൽ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തീവ്രതയിലേക്ക് എത്തി വീണ്ടും അടിപിടിയും കച്ചറിയും ബഹളങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ആ കൊച്ചിൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കണം, 13 വയസ്സുള്ള ഒരു കൊച്ചാണ്. ആ കൊച്ചിനൊരു പെൺകുട്ടിയാണ്. ആ കൊച്ചിൻ്റെ മനസ്സിൽ വന്ന ബുദ്ധി അതെച്ചാൽ ഇനി ഞാനൊരു ഹോസ്പിറ്റലൈസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ഛനും അമ്മയും അവിടെ വന്ന് നിൽക്കുമായിരിക്കും, അപ്പോൾ വീണ്ടും ഒരു ചേഞ്ച് വന്നേക്കും. കാരണം അന്നത്തെ സംഭവത്തിന് ശേഷം കുറച്ച് കാലം നന്നായിരുന്നില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ളൊരു മാർഗം നോക്കിയപ്പോൾ ആ കൊച്ചിന് ഇതൊക്കെ പൊളിയുന്നോ അങ്ങനെ ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ കൊച്ചിൻ്റെ മൈൻഡിൽ വന്ന ഒരു ഇതാണ് ഇങ്ങനെ ചെയ്താൽ നമുക്കിതൊക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാര്യമാണ്. പക്ഷേ ആ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ നേരെ ചൊവ്വേ ചോദിച്ചപ്പോഴൊന്നും ആ കൊച്ചിൻ്റെ അടുത്ത് ആൻസർ കിട്ടിയില്ല. അത് പിടിക്കും വരെ ആ കുട്ടി പിടിച്ചു നിന്നു, എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെയാണ് പറഞ്ഞത്. ആ വ്യക്തതയോടുകൂടി ആ കാര്യങ്ങളും ഇങ്ങനെ ഇൻസിഡൻസും നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി പാരൻസിനോട് പറയുകയും ആ പാരൻസിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു അവരിപ്പോൾ ഒരു ഹാപ്പി കപ്പിളാണ്. മനസ്സിലായില്ല, വളരെ ഹാപ്പി കപ്പിൾ. അന്ന് അയാൾ അദ്ദേഹത്തിൻ്റെ ഡ്രിങ്ക് നിർത്തിയതാണ്, ആൽക്കഹോളിക് ഹാബിറ്റ്സ് നിർത്തിയതാണ്. വളരെ സന്തോഷമാണ്. ഇപ്പോഴും നമുക്ക് മെഡിസിനോ പരിപാടിയോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു ഒക്കേഷണലി വൺസ് ഇൻ എ വൈൽ ഒരു 1 ഇയറിലോ 2 ഇയറിലെങ്കിലും നമ്മളൊന്ന് കണ്ടിട്ട് എനിക്കൊരു മിഠായിയൊക്കെ കൊണ്ടുവന്നെന്ന് ആലോ പറയും. പക്ഷെ അതൊക്കെ ആസ് ഒരു പ്രൊഫഷണൽ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ആ പേഷ്യൻസ് എസ്പെഷ്യലി ആ കുട്ടിയൊക്കെ വലിയ കുട്ടിയായി, ആ കുട്ടീൻ്റെ അടുത്ത് നിന്നൊക്കെ ആ ഒരു ഇത് നമ്മളെ അങ്ങനെ കണ്ടല്ലോ എന്നുള്ളതും ആ കൊച്ചിൻ്റെ ഫാമിലി
എൻ്റെ സ്നേഹബന്ധങ്ങൾ അതിന് തിരിച്ചു കിട്ടിയാലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വളരെ നല്ലത്. പക്ഷെ പലപ്പോഴും നമ്മളത് മിസ് ചെയ്ത് പോവും, അല്ലെങ്കിൽ നമ്മളെ ദുരഭിമാനം നമ്മൾ പിടിച്ചു നിർത്തും. ഇപ്പോൾ ഞാനൊരു ഏതെങ്കിലും തരത്തിൽ പ്രൊഫഷണലിയൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരാളാകുമ്പോൾ ഞാനിപ്പോൾ വേറെ അടുത്ത് മുമ്പ് പോയി പറയുക എൻ്റെ വീട്ടിലുണ്ടാകുന്നൊരു അന്തരീക്ഷം നിങ്ങളടുത്തൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു ഷെയിമായി കണക്കാക്കിയൊക്കെ ചെയ്യുന്ന പകുതി ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെയും പ്രശ്നമാകും. അപ്പോൾ അത് മാറ്റിയെടുത്ത് നമ്മളെ കുടുംബ സന്തോഷമാണ് വേണ്ടത്. നമ്മളെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ പ്രവൃത്തികളിലും അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡ്, രീതികൾ, ബിഹേവിയറിലൊക്കെ നല്ലൊരു മുഖ്യ പങ്ക് നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകരുടെ അടുത്ത് നിന്നും നമുക്ക് അത്തരത്തിലുള്ള ഒബ്സർവേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തന്ന കൾച്ചറും അവർ തന്ന പഠിച്ചു. നമ്മൾ പറയാറുണ്ട് സ്കൂളിൻ്റെ ഡിസിപ്ലിനൊക്കെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ അത് ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ സീനിയേഴ്സും ഒക്കെ അത് ഫോളോ ചെയ്യുമ്പോൾ ഞാനും അതിലേക്ക് നിർബന്ധിതനാവുകയും അത് കീപ്പപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആദ്യത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ആ സ്കൂളിൻ്റെ സ്ഥാപിത സമയത്തൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷേ പിന്നീട് ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും നമ്മൾ പലപ്പോഴും പല കുട്ടികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും സ്കൂൾ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ല ഡിസിപ്ലിനുള്ള സ്കൂളാണ്, നല്ല സ്റ്റാൻഡേർഡ് സ്കൂളാണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത്? സിലബസുകളൊക്കെ ചിലപ്പോൾ CBSE എന്ന് പറഞ്ഞാൽ CBSE തന്നെയാണല്ലോ, സ്റ്റേറ്റ് സിലബസ് സ്റ്റേറ്റ് സിലബസ് തന്നെയാണല്ലോ. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. അത് വെറും സ്ട്രിക്ട്നെസ് എന്ന് പറഞ്ഞാൽ അടി കൊടുത്തിട്ട് വടി കൊടുത്തിട്ടുണ്ടാകുന്നത് മാത്രമാവരുത്. അതിലൂടെ നമ്മളൊരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാൻ കൂടി കഴിയുന്ന പ്രതിഭകൾ അവിടെ ഉണ്ടെങ്കിൽ, അധ്യാപകരായിട്ടാണെങ്കിലും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ഇൻഡയറക്റ്റ്ലി അഡോപ്റ്റ് ചെയ്തിട്ട് ഞാനും പിന്നെ ആ കൾച്ചർ എടുക്കണം എന്നുള്ളൊരു സെൻസ് ഉണ്ടാകുകയും ഒരു പരിധിവരെ നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിലൂടെ തന്നെ പോകണം. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു സർ. നമ്മൾ ഡോക്ടർ പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സാർ കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങളിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.